നമ്മുടെ കുറേ സുഹൃത്തുക്കള് കത്തയച്ചിട്ടുണ്ടായി എനിക്ക്. അപ്പോൾ അവർക്കൊക്കെ മറുപടി അയക്കണം. അപ്പോൾ ഞാൻ ഇൻലൻഡ് തപ്പിയിട്ട് വന്നതാണ് ഇവിടെ. പക്ഷേ ആരും ഇൻലൻഡൊന്നും വാങ്ങാത്തതുകൊണ്ടാവാം ഇവിടെ ഇൻലൻഡില്ല. അപ്പോൾ തൽക്കാലം പോസ്റ്റ് കാർഡ് ഉണ്ട്, അതിൽ ഞാൻ എല്ലാവർക്കും മറുപടി അയക്കാം. 15 രൂപ. ഞാൻ പോസ്റ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കത്തയച്ച എല്ലാവർക്കും ഞാൻ മറുപടി അയക്കും. കുറച്ച് വൈകി, അതെന്താ വെച്ചാൽ ഞാൻ ഇൻലൻഡ് കിട്ടുമോ നോക്കിയിരുന്നു, അതാ വൈകിയത്. പക്ഷെ ഇപ്പം കിട്ടാല്ലേ, അപ്പോൾ തൽക്കാലം പോസ്റ്റ് കാർഡിൽ അയക്കാം. പോസ്റ്റ് കാർഡ് മേടിച്ചിട്ട് നേരെ പോയത് താടി ട്രിമ്മിങ് ചെയ്യാനാണ്. അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. കാണാത്തവർക്ക് ലിങ്ക് താഴെ കൊടുക്കാം. നമ്മളിന്ന് സെലക്ട് ചെയ്ത ഒരു 3 ആൾക്കാണ് മറുപടി അയക്കണത്. സെലക്ട് ചെയ്ത് 3 ആളൊന്നുമില്ല, ആകെ 3 കത്ത് കിട്ടിയിട്ടുള്ളൂ. 3 ആള് കത്ത് എഴുതിയിട്ടുള്ളൂ. അപ്പൊ 3 ആൾക്കും മറുപടി അയക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, മാറ്റുള്ളൂ. ചെർപ്പളശ്ശേരിന്ന് ഗോപി, പിന്നെ ഒരു അരുൺലാൽ തിരുവനന്തപുരത്തുനിന്ന് അയച്ചിട്ടുണ്ട്. പിന്നെ ഒരു അമലിന് മറുപടി അയക്കണം എന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. ആള് അഡ്രസ് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതില് കോട്ടയം കേരള എന്ന് മാത്രമേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ. എന്റെ പൊന്നമലെ, അഡ്രസ് ശരിക്കും എഴുതുന്ന ഞാൻ എങ്ങനെ മറുപടി അയക്കാം? ഈ അരുൺലാല് പറഞ്ഞിട്ടുണ്ട്, കത്തിന്റെ ഫോർമാറ്റ് ഒന്നും എനിക്കറിയില്ല, സ്കൂളിൽ പഠിച്ച ഓർമ്മയെന്ന് എഴുതിയതാന്ന് പറയുന്നത്. നമ്മൾ ഈ കൂട്ടുകാർക്ക് കത്തെഴുതുമ്പോൾ ഫോർമാറ്റ് ഒന്നും നോക്കണ്ട യാതൊരു കാര്യമില്ല. കുറച്ചതിൻ്റെ അയക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മൾ കത്തെഴുതുമ്പോഴേ ഫോർമാറ്റ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ വല്ല ലീവ് ലെറ്ററാ അല്ലെങ്കിൽ ജോലിക്കുള്ള അപ്ലിക്കേഷൻ ഒന്നുമല്ലോ. അപ്പം ഞാൻ നിങ്ങൾക്ക് മറുപടി അയക്കണത് ഇതുപോലെ പരമ്പരാഗത ഈ ശൈലിയൊക്കെ വിട്ടിട്ട് ഒരു വേറെ സ്റ്റൈലിൽ മറുപടി അയക്കാന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ അഡ്രസ് എഴുതണത് തന്നെ സാധാരണ വടിവൊത്ത അക്ഷരത്തിൽ എഴുതണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. വായിച്ചാൽ മനസ്സിലാവണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ അമല എഴുതിയ പോലെ ഒന്നും എഴുതരുത്. നമ്മൾ ഈ മറുപടി അയക്കണത് കുറച്ച് കാലിഗ്രാഫി ഒക്കെ മിക്സ് ചെയ്തിട്ട് ആ ഒരു സ്റ്റൈലിൽ ചെയ്യണം എന്നാണ് വിചാരിക്കണത്. കാലിഗ്രാഫിയും പിന്നെ കുറച്ച് കുത്തിവരകളൊക്കെ ആയിട്ട് നമ്മൾ ഈ കത്തെഴുതുന്നാണ് വിചാരിക്കുന്നത്. കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. സംഭവമില്ലെന്നല്ല, കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ആർട്ട് ഫോം തന്നെയാണ്. കുറേ കാലം പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് നല്ലൊരു കാലിഗ്രാഫർ ആവാൻ പറ്റുള്ളൂ. അല്ല, ഓരോ വരകൾക്കും അതിൻ്റെ വീതിയും അതിൻ്റെ സ്പേസിങ്ങും അതിൻ്റെ ആംഗിളും ഒക്കെ കൃത്യമാണ്. പക്ഷെ മോഡേൺ കാലിഗ്രാഫി എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ കുറച്ചും കൂടി നമുക്ക് ഫ്രീഡം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം, കാണാനുള്ളൊരു ഭംഗി ഉണ്ടായാൽ മതി. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വരുന്നത്, നിങ്ങൾക്ക് ഗ്രീറ്റിംഗ് കാർഡിലൊക്കെ അങ്ങനെ എഴുതണമെങ്കിൽ ഞാൻ ചെറിയൊരു ടിപ്സ് തരട്ടെ അതിന്. അതായത്
നമ്മൾ സാധാ പേന വെച്ചിട്ട് എഴുതാം. അല്ലെങ്കിൽ കാലിഗ്രാഫി പേനകൾ നിങ്ങൾക്ക് ഓൺലൈനിലേക്ക് വാങ്ങാൻ കിട്ടും. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, ഞാൻ ഉപയോഗിക്കുന്ന പേനകളിൽ. അപ്പം അത് മേടിച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും പറ്റും. ഇല്ല നിങ്ങളുടെ കയ്യിൽ ആ പേന ഇല്ലെങ്കിൽ സാധാ പേന വെച്ചിട്ട് കാലിഗ്രാഫി എങ്ങനെ ചെയ്യാം, കാലിഗ്രാഫി അല്ല കാലിഗ്രാഫി പോലെ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ചെറിയ ടിപ്സ് തരാം. നമ്മൾ സാധാരണ എഴുതണ പോലെ എഴുതുക, അതായത് കൂട്ടക്ഷം കേഴ്സീവ് എന്ന് പറയും. അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ എഴുതുമ്പോൾ താഴേക്ക് വരണ സ്ട്രോക്കുകൾ അത് മുഴുവൻ തിക്നെസ് കൂട്ടുക. മുകളിലേക്കുള്ളത് അങ്ങനെ തന്നെ തിന്നായിട്ട് കിടക്കുക, താഴേക്ക് വരയ്ക്കണ തിക്നെസ് കൂട്ടുക. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു കാലിഗ്രാഫിയുടെ ഒരു ലുക്ക് വരും. അപ്പോൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എല്ലാവരും സ്വന്തമായിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് അയക്കാം. ഈ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് ഒഴിവാക്കണം എന്നല്ല, അതിൻ്റെ കൂടെ കുറച്ച് സെലക്ട് ചെയ്ത് കുറച്ച് പേർക്ക് നിങ്ങൾ ഗ്രീറ്റിംഗ് കാർഡ് അയക്കാം. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എഴുതി നോക്കി കിട്ടണവരെ ആകെ ബോധം പോകും എങ്ങനെ എഴുതണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.